ഞാൻ വാങ്ങി തരില്ലേ? നിങ്ങൾക്ക് എന്ത് പറഞ്ഞാലും തമാശ, ഒരു സീരിയസ്നെസ്സും ഇല്ല. ഈ കുപ്പി വളയിട്ട് എനിക്ക് കല്യാണത്തിന് വേണ്ട ആവശ്യം എന്താണ്? എന്റെ സ്വർണ്ണവളയില്ലേ നിങ്ങൾ കൊണ്ടുപോയി പണയം വെച്ചത്, അതിങ്ങനെ എടുത്തതാ. ഓ നിന്റെ ഒരു വള. എടി ഞാനത് അടുത്ത മാസം എടുത്തുതരാം. ഇങ്ങനെ ചാടിത്തുള്ളാൻ നിൽക്കൊന്നും വേണ്ട. നിങ്ങൾ ഈ അടുത്ത മാസം എന്ന് പറഞ്ഞാൽ എത്ര മാസം കഴിഞ്ഞു? 2 ആഴ്ച കല്യാണം. എനിക്ക് ഇതിട്ടിട്ട് പോകാൻ പറ്റൂല. എന്റെ വീട്ടിൽ എല്ലാവരും വരുന്നതാ. അവര് ചോദിക്കൂല എന്നോട് 10-30 പവൻ സ്വർണം കൊണ്ടുവന്നു അങ്ങോട്ടേക്ക്. ഇപ്പൊ ഈ താലി മാല അല്ലാണ്ട് വേറെ ഒന്നുമില്ല. മരയൊക്കെ എടുത്തു എന്റെ വള. എന്റെ പൊന്നോ, ഏതൊരു കഷ്ടകാല സമയത്താണ് നിന്റെ സ്വർണ്ണം കൊണ്ടേ പണയം വെക്കാൻ നോക്കിയത്? അത് വെറുതെ ഒന്നുമില്ലല്ലോ, ഒരു ബിസിനസ് തുടങ്ങാൻ വേണ്ടി വെച്ചതല്ലേ. അതെങ്ങനെയോ പൊട്ടി. എനിക്ക് വേണ്ടി മാത്രം ചെയ്തല്ലോ, നമ്മുടെ കുടുംബത്തിന് വേണ്ടിട്ടല്ലേ. അടുത്തൊരു മാസം ഉണ്ടെന്നുണ്ടെങ്കിൽ നിന്റെ കയ്യിൽ നിന്റെ സ്വർണ്ണം എത്തും. നിങ്ങൾ കുറെ മാസങ്ങളായില്ലേ ഈ അടുത്ത മാസം പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. നിങ്ങളുടെ ഓരോ അടവും ഇനി എന്റെ അടുത്ത് വില പോകില്ല. മര്യാദക്ക് എന്റെ വള ഇന്ന് വൈകുന്നേരം തന്നെ ഇവിടെ എത്തിച്ചോ. നിനക്ക് എന്താവും പറഞ്ഞ് മനസ്സിലാവുന്നില്ല? അവന്റെ പൈസ ഇല്ലാത്ത കാരണമല്ലേ എടുത്തു തരാത്തത്? അടുത്ത മാസം എടുത്തരാന്ന് മര്യാദയ്ക്ക് അവൻ പറഞ്ഞില്ലേ? ഭാര്യമാരായ കുറച്ച് ഭർത്താക്കന്മാരെ മനസ്സിലാക്കണം. എന്റെ ഭർത്താവിന് ശരിക്കും മനസ്സിലാക്കിയതുകൊണ്ട് ഞാൻ പറഞ്ഞത്. ഈ പറയണൊക്കെ നുണയാണ്. അടുത്ത മാസം എടുത്തതല്ല. എല്ലാ സ്വർണ്ണവും ബിസിനസ് പറഞ്ഞിട്ട് പണയം വെച്ച് വിറ്റും തുളച്ചില്ലേ. ഇനി ഇത് പണയം വെച്ചാണ് വിറ്റാണെന്ന് ആർക്കറിയാം? ഓ ഇവളെയും കൂടി ഞാൻ തോറ്റു. എന്നാൽ ചെറിയൊരു കാര്യം കിട്ടിയാൽ മതി. എനിക്ക് അത്രയും വലിയ നിർബന്ധം ഇതാ എന്റെ വളയൊക്കെ ഇട്ടിട്ട് ചോദിക്കാം. അമ്മ പറഞ്ഞാലും നീ കേട്ടല്ലോ. കാര്യങ്ങളൊക്കെ ഇപ്പൊ തീരുമാനമായില്ലേ? അമ്മേന്റെ വളരെ നീ പോയിക്കോ. ഇതാടി എന്റെ അമ്മേന്റെ സ്നേഹം, അല്ലാണ്ട് നീ ഇന്നെ പോലെ അല്ല. അതിനമ്മ സ്വർണ്ണവളയും നല്ല ഇട്ട് നടക്കുന്നത്. പിള്ള സ്വർണ്ണം മുഴുവൻ വിറ്റിട്ട് അതിന്റെ പകരം റോൾഡ് ഗോൾഡ് വാങ്ങിക്കൊടുത്തല്ലേ. ഇത്രയും വലിയ കല്യാണത്തിനെ അതിട്ടിട്ട് പോകാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല. എനിക്ക് എന്റെ വള മതി. നിനക്ക് എന്താ പറഞ്ഞ മനസ്സിലാവില്ലേ? നീ ആ കല്യാണത്തിന് പോണ്ട, കഴിഞ്ഞില്ലേ? നീ വീട്ടിൽ പോകുന്നത് കാണണ്ട. ഞാൻ എന്റെ വീട്ടിലെ കല്യാണത്തിന് എന്നോട് വേണ്ടെന്ന് അത് പറയാം. നിങ്ങൾ ആരാ? നീ തന്നെ മോളോട് കഴിഞ്ഞോട് സംസാരിക്കുന്നത്? അതിന്റെ ഭർത്താവല്ലേ? അമ്മ ഈ കാര്യത്തിൽ തൽക്കാലം ഇടപെടണം. നമ്മ സംസാരിക്കണ്ട. സംസാരിക്കുന്നത് നിനക്കെന്താ ബഹുമാനത്തോടെ സംസാരിക്കണമില്ല? ഒന്ന് തോന്നോണ്ട്. നിങ്ങൾ എന്നെ തല്ലിയില്ലേ? എന്റെ സ്വർണം മുഴുവൻ എടുത്ത് പണയം വെച്ച് വിറ്റ് തോൽച്ചത് ദുഷ്ട. എന്നെ പഠിക്കുകയും ചെയ്ത. നീ എന്തിനാണ് അടിച്ചത്? നിങ്ങളുടെ അമ്മയുടെ മനസ്സിലേക്ക് കണ്ട 2 എനിക്ക് കിട്ടണമെന്ന്. 2 ഞാൻ വെറുതെ വിടില്ല. ഞാൻ ആരും ഇല്ലാത്തതാണെന്ന് വിചാരിച്ചോ? കാണിച്ചു തരാൻ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. വെറുതെ വിടില്ല ഞാൻ, നോക്കിക്കോ. ഹലോ, ഭയങ്കര ഉപദ്രവ.